ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു 100K അക്കൗണ്ടും അതുപോലെ ഏകദേശം 2000 USD നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു അവസരവുമായിട്ട് ഫണ്ടഡ് നെക്സ്റ്റ് ഒരു കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് അധികം എല്ലാ മാസത്തിലും ഇവർ നടത്താറുണ്ട്. പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. അതുപോലെ തന്നെ ഏകദേശം പങ്കെടുക്കുന്നതും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ലഭിക്കും. അതിൽ നിന്നും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഏകദേശം 100ഓളം ആളുകൾക്ക് വിവിധ ഫണ്ടഡ് അക്കൗണ്ടുകൾ ചലഞ്ചുകൾ അവർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഏകദേശം 50 USD ചാർജ് വരുന്ന അക്കൗണ്ട് മുതൽ നിങ്ങൾക്ക് 549 USD ചാർജ് ചെയ്യുന്ന 100K അക്കൗണ്ട് വരെ നിങ്ങൾക്ക് നേടാൻ പറ്റും. അപ്പോൾ ഇതൊരു ഫ്രീ ആയിട്ടുള്ള അവസരമാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ പറയുന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ കോമ്പറ്റീഷന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഒരുപാട് പേര് ട്രേഡിംഗ് അക്കൗണ്ട് ഡെമോ അക്കൗണ്ട് ട്രേഡ് ചെയ്യുന്ന ആളുണ്ടാവും. അപ്പോൾ ഫണ്ടഡ് അക്കൗണ്ടിലേക്ക് എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നുള്ളൊരു എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്നതോട് കൂടി തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പ്രോഫിറ്റൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഈ മാസം മാത്രമല്ല എല്ലാ മാസവും ഈ അവസരമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന ഈ രീതിയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ റൂൾസുകൾ അതിൻ്റെ എത്രയാണ് അതിൻ്റെ റിവാർഡ് ബെനിഫിറ്റ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മളിത് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും വീഡിയോ മുഴുവൻ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ ഒരു ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് ഈ ഫോറക്സ് ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. അപ്പോൾ ഫണ്ടഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഫണ്ടഡ് നെക്സ്റ്റ് ഏകദേശം ട്രസ്റ്റ് പൈലറ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഏകദേശം 4.6 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു ഫേമാണ്. ഫണ്ടഡ് ഫേമാണ്. ഏകദേശം അവരുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ 24 hours ഉള്ളിൽ നിങ്ങൾക്ക് പേ ഔട്ട് നൽകും. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 1000 USD എക്സ്ട്രാ അവർ തരും എന്നാണ് അവരുടെ ഗ്യാരണ്ടി. അതുപോലെ തന്നെ ഫണ്ടഡ് നെക്സ്റ്റ് ഏകദേശം 31,797 ആളുകളുടെ റിവ്യൂസ് ആണ്. 4.6 സ്റ്റാർ റിവ്യൂസ് അവർക്കുണ്ട് ഈ ടെസ്റ്റ് പൈലറ്റ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് പൈലറ്റ് പോയിട്ട് അവരുടെ റിവ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. അതിൽ ലോഗിൻ എന്നുള്ളത് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ താഴെ കാണാം ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് എന്നുള്ളത് കാണാം. അത് രജിസ്റ്റർ എന്ന് കൊടുക്കാം. രജിസ്റ്റർ കൊടുക്കുമ്പോൾ നമ്മുടെ നെയിം അതുപോലെ നിങ്ങളുടെ ഗവൺമെൻറ് ID നിങ്ങളുടെ ID പ്രൂഫിലുള്ള ഐഡികളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. കാരണം നിങ്ങൾക്ക് അക്കൗണ്ടും അതുപോലെ ക്യാഷൊക്കെ അഥവാ വിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ഉണ്ടാവും. ID വെരിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുക. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ ഒറിജിനൽ ഇമെയിൽ ID അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ മറ്റു ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നെയിം അതുപോലെ ലാസ്റ്റ് നെയിം ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ കൺട്രി സിറ്റി പിന്നെ ഇമെയിൽ ID പിന്നെ ഫോൺ നമ്പർ പാസ്വേഡ് കൺഫേം പാസ്വേഡ് ഇതെല്ലാം കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊടുത്തിട്ട് എങ്ങനെയെന്ന് വരുന്നു പറയാം. അപ്പോൾ ഇത്രയും കൊടുത്തതിന് ശേഷം നിങ്ങൾ രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ഒരു 2 ടിക്കും കൊടുത്തതിന് ശേഷം രജിസ്റ്ററിന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രജിസ്റ്റർ സക്സസ്ഫുള്ളി എന്ന് കാണാം. അതിൽ ഇമെയിൽ വെരിഫിക്കേഷൻ നമ്മളിലേക്ക് വരുന്നതാണ്. ആ ഇമെയിലൊരു OTP വരും. ആ ഇമെയിൽ വെരിഫിക്കേഷൻ ഇവിടെ കൊടുക്കുക. വെരിഫൈ ഇമെയിൽ എന്ന് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് രജിസ്റ്റർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ലോഗിൻ എന്ന് കൊടുക്കുക. ഈ നമ്മൾ ഇമെയിൽ IDയും അതുപോലെ ഇപ്പോൾ കൊടുത്ത പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലോഗിൻ അക്കൗണ്ട് ആയിരിക്കും കാണിക്കുക. അപ്പോൾ നമുക്കൊരു സർവേ വരും. ഈ സർവേ പാർട്ടിസിപ്പേറ്റ് നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എവിടുന്നാണ് ഇത് അറിഞ്ഞത് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. യൂട്യൂബാണ് യൂട്യൂബ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. അതുപോലെ തന്നെ വിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം മോസ്റ്റ് നമ്മൾ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ട്രേഡിങ്ങിലുള്ള എക്സ്പീരിയൻസ് ജസ്റ്റ് എത്ര മാസത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വർഷത്തെ എന്തായാലും ബിഗിനറാണോ എന്നുള്ളത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈൽ ഏതാണ്, സ്കാൽപ്പിംഗ് ആണോ ഇൻട്രാഡേ ആണോ അതുപോലെ തന്നെ സ്വിംഗ് ആണോ ആൽഗോ ആണോ ഏതാണ് നിങ്ങളുടെ ട്രേഡിംഗ് ടൈപ്പ് എന്ന് നോക്കുന്നത്. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും പ്രീവിയസ് ആയിട്ടുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ ട്രേഡ് ചെയ്തിട്ടുണ്ടോ, ഉള്ള ആളുകളാണെങ്കിൽ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ നണ്ണെന്ന് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ കറൻ്റിലി ഇൻകം എത്രയാണ്, എത്ര ഡോളറാണ്, ജസ്റ്റ് കുറച്ച് കാര്യങ്ങളാണ്. പ്രിഫർ നോട്ട് ടു സേ നമുക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ അത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സോഴ്സ് ഓഫ് ഇൻകം എന്താണ്, ജസ്റ്റ് അത് ട്രേഡിംഗ് ആണോ അല്ലെങ്കിൽ സേവിങ് ആണോ എംപ്ലോയ്മെൻ്റ് ആണോ ബിസിനസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രീലാൻസിങ് അദേഴ്സ് അതെന്താണോ അങ്ങനെ കൊടുക്കുക. ട്രേഡിംഗ് ആണെങ്കിൽ ട്രേഡിംഗ് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ഫണ്ടഡ് നെക്സ്റ്റിൽ ഇപ്പോൾ സൈനിപ്പ് ചെയ്യാനുള്ള റീസൺ അപ്പോൾ ട്രസ്റ്റ് ആൻഡ് റെപ്യൂട്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 24 hours പേ ഔട്ട് ഗ്യാരണ്ടി
അത് നമുക്ക് എന്താണോ കൊടുക്കേണ്ടത് അത് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ ഏത് പ്രൊഡക്റ്റാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്, നമുക്ക് ഫണ്ട് ആൻഡ് നെക്സ്റ്റ് ഫ്യൂച്ചേഴ്സ് ആണോ അതോ CFD ആണോ? അപ്പോൾ CFD സാധാരണയായിട്ട്, ഫ്യൂച്ചേഴ്സിലല്ല, CFD കറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ അത് സബ്മിറ്റായി അതിനുശേഷം ഗോ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് ആൻഡ് നെക്സ്റ്റിൻ്റെ അക്കൗണ്ട് ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇനിയിപ്പോൾ ഏത് ചലഞ്ചുകളൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജസ്റ്റ് ചെറിയ റേറ്റിനൊക്കെ ചലഞ്ചുകൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചലഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചലഞ്ചുകളോടെ കാണാൻ പറ്റും ചെറിയ റേറ്റിന്. വളരെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ചലഞ്ച് ടൈമിലും ചലഞ്ച് പാസ്സാകുന്ന ടൈമിലും നമുക്ക് അതിൻ്റെ എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. ഏകദേശം $117 നമുക്ക് ആ ചലഞ്ചിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്, അതുപോലെ 2 സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണെങ്കിൽ 2 സ്റ്റെപ്പാണെങ്കിൽ എന്ത് ചെയ്യും, ആ ചലഞ്ച് ടൈം നമ്മൾ എടുക്കുന്ന പ്രോഫിറ്റിൻ്റെ 15% നമുക്ക് റിട്ടേൺ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഫീസ് തിരിച്ചു കിട്ടും. ആ രീതിയിലാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിന് ഏകദേശം $59, $6,000, ഇതിന് $6,000 അക്കൗണ്ടിന്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ അക്കൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അല്ലാതെ ഫ്രീ ആയിട്ട് നമുക്ക് അക്കൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സൈഡിൽ കോമ്പറ്റീഷൻ എന്നുള്ളത് കാണാം. ഇവിടെ കോമ്പറ്റീഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അപ്കമിങ് ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഫിനിഷ് ആയിട്ടുള്ളതാണ്. ഇവിടെ ഫിനിഷ്ഡ് എന്ന് കാണിക്കുന്നതൊക്കെ ഫിനിഷ് ആയിട്ടുള്ളതാണ്. ഇൻ പ്രോഗ്രസ്. ഇപ്പം ഏപ്രിൽ കോമ്പറ്റീഷൻ ഈ ഏപ്രിൽ 26 അല്ലേ, ഈ ഏപ്രിൽ കോമ്പറ്റീഷൻ ഏപ്രിൽ ലാസ്റ്റോട് കൂടി അവസാനിക്കും. നെക്സ്റ്റ് മെയ് കോമ്പറ്റീഷൻ 1 മെയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും. 31 മെയ് വരെ ആയിരിക്കും ഇതിൻ്റെ കോമ്പറ്റീഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഏപ്രിൽ 30 വരെ ഇതിൽ എൻറോൾ ചെയ്യാൻ പറ്റും. ഏകദേശം 58,000 ആളുകൾ ഇതിൽ എൻറോൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ യാതൊരു ചിലവോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, എൻറോൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക് യു ഹാവ് എൻറോൾഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. ഡൺ വെക്കുക. അപ്പോൾ നമ്മൾ എൻറോൾ ചെയ്തു. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ എൻറോൾ ചെയ്ത ഈ ഡീറ്റെയിലിൻ്റെ പ്രൊഫൈൽ കാണുന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ ഒരു കോമ്പറ്റീഷൻ്റെ പ്രൊഫൈൽ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുക. ട്രേഡിംഗ് പ്ലാറ്റ്ഫോം നമുക്ക് കാണാൻ പറ്റും, MT5 ആയിരിക്കും. അതുപോലെ ലോഗിൻ ID ഉണ്ടാവും, പാസ്വേഡ് ഉണ്ടാവും. അപ്പോൾ ആ പാസ്വേഡ് നമുക്ക് എന്ത് ചെയ്യാം, 1-ാം തീയതി വന്നിട്ട് നമുക്ക് മെയിൽ വരും, അല്ലെങ്കിൽ പാസ്വേഡും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നമുക്ക് 1-ാം തീയതി നിന്ന് ഒന്ന് റിമൈൻഡ് ചെയ്യും ഇവർ. ആ സമയത്ത് നമുക്ക് MT5 ലോഗിൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇതിൽ ഈ ഒരു ലോഗിൻ ID കൊടുക്കുക. സെർവർ ഫണ്ട് ആൻഡ് നെക്സ്റ്റ് സെർവർ എന്നുള്ളത് സെർവർ 3 പോയിട്ട് ലോഗിൻ ചെയ്യാം. അതുപോലെ പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അക്കൗണ്ട്, ഇത് 100K അക്കൗണ്ടാണ്. ഈ അക്കൗണ്ട് നമുക്ക് ഒരു ഡെമോ അക്കൗണ്ട് ആയിട്ടാണ് തരിക. ഈ ഡെമോ അക്കൗണ്ടിൽ നമ്മൾ ചെയ്യേണ്ടത്, മാക്സിമം പ്രോഫിറ്റ് എത്രയാണ് ഉണ്ടാക്കുന്നത് അതനുസരിച്ച് നമുക്കിവിടെ ലീഡർ ബോർഡ് കാണാൻ പറ്റും. അവിടെ നമുക്ക് നമ്മുടെ പേരും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. ഫസ്റ്റ് പ്ലേസ്, സെക്കൻഡ് പ്ലേസ്, തേർഡ് പ്ലേസ്, നമ്മളിതിൽ എത്രയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നമുക്കവിടെ കാണാൻ പറ്റും. ഓക്കെ, അതാണ് പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ കിട്ടുക. ഇനി അതിൻ്റെ റൂൾസുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഫസ്റ്റ് പ്രൈസ് നമുക്ക് 5,000 ഇൻ ക്യാഷ്, $5,000 കിട്ടുന്നത്. അതുപോലെ തന്നെ അതിനോട് കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഒരു സ്റ്റെല്ലർ ലൈറ്റ് 100K അക്കൗണ്ടും കിട്ടും. അപ്പോൾ സ്റ്റെല്ലർ ലൈറ്റ് 100K അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്കിവിടെ അക്കൗണ്ട്സിൽ പോയി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചലഞ്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സ്റ്റെല്ലർ ലൈറ്റ് 100K അക്കൗണ്ടിന് ഏകദേശം $399 കൊടുക്കണം. ആ ഒരു അക്കൗണ്ട് ആയിരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുക. അതുപോലെ അതിൻ്റെ കൂടെ തന്നെ $5,000 നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പേ ഔട്ട് കൊടുക്കാൻ പറ്റും $5,000. പിന്നീട് നമുക്ക് സെക്കൻഡ് പ്രൈസ് ആണെങ്കിൽ $2,000 കിട്ടും. തേർഡ് പ്രൈസ് ആണെങ്കിൽ $1,000 ആയിരിക്കും. അതിനൊക്കെ സ്റ്റെല്ലർ ലൈറ്റ് അക്കൗണ്ട് നമുക്ക് കിട്ടും. അതിന് ഫോർത്തിന് നമുക്ക് 50K അക്കൗണ്ട് ആയിരിക്കും. അതുപോലെ തന്നെ 11 to 20th വരെ 25K അക്കൗണ്ട്, 21st മുതൽ 50 വരെ 10K അക്കൗണ്ട്, 51 to 100 സ്റ്റെല്ലർ ലൈറ്റ് 5K അക്കൗണ്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ട്രേഡിംഗ് പഠിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് കോമ്പറ്റീഷനിൽ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റൂൾസുകളുണ്ട്, ആ റൂൾസുകളും ഫോളോ ചെയ്യേണ്ട റൂൾസ്. അപ്പോൾ ഇത് എല്ലാ മാസവും ഉണ്ട്. നിങ്ങൾക്ക് ഈ മാസം മാത്രമല്ല, ഇനിയിപ്പോൾ ജൂണിലാണെങ്കിൽ ജൂൺ വരുമ്പോൾ അപ്പോഴും നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് ഇതിലുണ്ടായിരിക്കുക. അപ്പോൾ ഇതിൽ ജസ്റ്റ് കോമ്പറ്റീഷനിൽ അറ്റൻഡ് ചെയ്യാൻ മാത്രമാണ്. അപ്പോൾ അതിൽ കുറച്ച് റൂൾസുകളുണ്ട്. റൂൾസുകൾ എന്താ നമുക്ക് നോക്കാം. ഇപ്പോൾ റൂൾസ്, മാക്സിമം ഡെയിലി ലോസ് ലിമിറ്റ് 5% ആയിരിക്കും. മാക്സിമം ഡെയിലി ലോസ് ലിമിറ്റ് വരുന്നത് 5% കൂടുതൽ നമുക്ക് ഇപ്പോൾ 1,00,000ൻ്റെ 5% എന്ന് പറയുമ്പോൾ $5,000 നിങ്ങൾക്ക് ഒരു ദിവസം ലോസ് വരുത്താൻ പാടില്ല. അതുപോലെ തന്നെ മാക്സിമം ഓവറോൾ ലോസ് 10% ആയിരിക്കും. 10% കൂടുതൽ നിങ്ങൾക്ക് മാക്സിമം ആ ഒരു മാസത്തിൽ $10,000 കൂടുതൽ നിങ്ങൾക്ക് ലോസ് വരുത്താൻ പാടില്ല.
ഡെമോ അക്കൗണ്ട് ആണ്. ഇപ്പോൾ ഈ ലോസ് വന്നാലും ഒന്നുമില്ല, അതിൽ ആ ഒരു നമുക്ക് ടെർമിനേറ്റ് ആവുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷോ മറ്റു കാര്യങ്ങളൊന്നും പോകില്ല. പിന്നെ മിനിമം ട്രേഡിംഗ് റിക്വയർമെന്റ് നിങ്ങൾ 5 ദിവസമെങ്കിലും മിനിമം നിങ്ങൾ ട്രേഡ് ചെയ്തിരിക്കണം. അതിൽ നിങ്ങൾ ഈ ഒരു കോമ്പറ്റീഷനിൽ നിങ്ങൾക്ക് പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് അതിൽ വിന്നർ ആകണമെന്നുണ്ടെങ്കിൽ മിനിമം 5 ട്രേഡിംഗ് ഡേയ്സ് എങ്കിലും നിങ്ങൾ ട്രേഡ് ചെയ്തിരിക്കണം. അതുപോലെ ന്യൂസ് ട്രേഡിംഗ് അലൗഡ് ആണ്. ന്യൂസിലെ സമയത്ത് നിങ്ങൾക്ക് പല ഫണ്ടഡ് ഫേമുകളും അലൗഡ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട്, ഈ കോമ്പറ്റീഷനിൽ നിങ്ങൾക്ക് ന്യൂസ് ട്രേഡിംഗ് അലൗഡ് ആണ്. അതുപോലെ കമ്മീഷൻ വരുന്നത് $3 ആയിരിക്കും ഒരു ലോട്ടിന് വരുന്നത്. അതുപോലെ ഇൻഡിസസിന് നിങ്ങൾക്ക് ഇപ്പോൾ നെസ്റ്റാക്ക്, അതുപോലെ തന്നെ S&P 500 അങ്ങനത്തെ ഇൻഡിസസിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്മീഷൻ ഉണ്ടായിരിക്കുന്നതല്ല. ഗോൾഡിലും അതുപോലെ ഫോറക്സ് പെയേഴ്സിലും ഒക്കെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ $3 ആയിരിക്കും കമ്മീഷൻ അതിലുണ്ടായിരിക്കുക. പിന്നെ ഓവർനൈറ്റ് ആൻഡ് ഓവർ വീക്കെൻഡ് ഹോൾഡിംഗ് ഈസ് പെർമിറ്റഡ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീക്കെൻഡ് അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വാപ്പ് ചാർജ് ഒന്നും ഉണ്ടായിരിക്കില്ല. സ്വാപ്പ് ഫ്രീ അക്കൗണ്ട് ആയിരിക്കും ഉണ്ടായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ചാർജുകളൊന്നും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു പൊസിഷൻ ഹോൾഡ് ചെയ്തിട്ട് അടുത്ത ഇപ്പോൾ ഒരു മാസം ലാസ്റ്റാണ് നിങ്ങൾ അത് ക്ലോസ് ചെയ്യുന്നെങ്കിലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് അലൗഡ് അല്ല. അത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോട്ട് വെച്ചിട്ടൊന്നും ട്രേഡ് ചെയ്യാൻ പറ്റൂല. പിന്നെ മാക്സിമം ലോഡ് സൈസ് 5 per ഫോറക്സ് പെയർസ്. നിങ്ങൾക്ക് ഇപ്പോൾ GBP USD, അതുപോലെ യൂറോ USD, NSD USD, AUD USD ഒക്കെ ട്രേഡ് ചെയ്യുന്ന കറൻസി പെയേഴ്സ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവർക്ക് 5 ലോട്ട് വരെ സിംഗിൾ പൊസിഷനിൽ വാങ്ങാൻ പറ്റും. അതുപോലെ നിങ്ങൾ കറൻസീസ് ആൻഡ് ഇൻഡിസസ് ആൻഡ് മെറ്റൽസിലാണെങ്കിൽ കമ്മോഡിറ്റീസ് ആൻഡ് ഇൻഡിസസ് ആൻഡ് മെറ്റൽസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3 ലോട്ട് മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ പെർ ട്രേഡിൽ. അതുപോലെ നിങ്ങൾക്ക് പൊസിഷൻ നിങ്ങളിപ്പോൾ 5 പൊസിഷനിൽ കൂടുതൽ നിങ്ങൾ അറ്റ് എ ടൈം നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ XAUSD ഒരു ലോട്ട്, അതുപോലെ GBP USD ഒരു ലോട്ട്, അതുപോലെ പിന്നെ മറ്റ് 3 അങ്ങനെ പല കറൻസീസിലും കമ്മോഡിറ്റീസിലും 5 ട്രേഡിംഗ് പൊസിഷന് ഒരേ ടൈം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഓൺലി 1 അക്കൗണ്ട് ആൻഡ് 1 IP പെർ പേഴ്സൺ ഈസ് പെർമിറ്റഡ്. ഒരു അക്കൗണ്ട് ഒരാൾക്ക്, അതുപോലെ ഒരു IP-ന്ന് ഒരു ട്രേഡ് മാത്രമേ നടത്തുള്ളൂ. അതുപോലെ അതിൽ സ്റ്റാർട്ട് ഡേറ്റ് ഈ ഒരു എനേബിൾ ആവുന്നത് ഇപ്പോൾ എനേബിൾ അല്ല. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും, പക്ഷേ എനേബിൾ ആവുന്നത് ഫസ്റ്റ് ഡേറ്റിനായിരിക്കും ട്രേഡിങ്ങിൻ്റെ. ഇപ്പോൾ മെയ് കോമ്പറ്റീഷൻ മെയ് 1 ആരംഭിക്കുക. അതുപോലെ ഒരു ദിവസം നിങ്ങൾക്ക് മാക്സിമം ട്രേഡ് ചെയ്യാൻ പറ്റുന്ന പെർ ഡേ പറയുന്നത് 50 ട്രേഡാണ് പെർ ഡേ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് റൂൾസുകൾ. അപ്പോൾ റൂൾസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. നിങ്ങൾ MT5 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ MT5 നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് വെർഷനും കിട്ടും, അതുപോലെ മൊബൈൽ വെർഷനും കിട്ടുന്നതാണ്. അപ്പോൾ MT5-ൻ്റെ അക്കൗണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് MT5 എന്ന് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് MT5-ൻ്റെ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇങ്ങനെയായിരിക്കും MT5-ൻ്റെ പ്ലാറ്റ്ഫോം വരിക. അത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ടു ട്രേഡ് അക്കൗണ്ട് അല്ലെങ്കിൽ ഓപ്പൺ ആൻ അക്കൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സെർച്ച് ചെയ്യേണ്ടത് നിങ്ങൾ ഫണ്ടഡ് നെക്സ്റ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫൈൻഡ് യുവർ കമ്പനി എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ തന്നെ മൊബൈലിലും നിങ്ങൾക്ക് ഫണ്ടഡ് നെക്സ്റ്റ് കാണാം. ആ ഫണ്ടഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ എന്നുള്ളത് കാണാം. കണക്ട് വിത്ത് ആൻ എക്സിസ്റ്റിംഗ് ട്രേഡ് അക്കൗണ്ട് അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലോഗിൻ എന്നുള്ളത് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു അക്കൗണ്ടിൽ പോയിട്ട് പ്രൊഫൈലിൽ പോവുക. പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ട് കാണാൻ പറ്റും. അവിടെ ലോഗിൻ എന്നുള്ളത് ഇത് കോപ്പി ചെയ്യുക. അതിനുശേഷം പാസ്വേഡ് എന്നുള്ളത് നിങ്ങൾ ഈ പാസ്വേഡ് വ്യൂ എന്നുള്ളത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് അതും കോപ്പി ചെയ്യാൻ പറ്റുന്നതാണ്. അത് കോപ്പി ചെയ്ത ശേഷം ഫണ്ടഡ് നെക്സ്റ്റ് സെർവർ എന്നുള്ളത് കൊടുത്തിട്ട് 3 കൊടുക്കുക. 3 കൊടുത്തു കഴിഞ്ഞാൽ ഫിനിഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 1 ലാഖിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ 1 ലാഖിൻ്റെ അക്കൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി 1 ലാഖിൻ്റെ അക്കൗണ്ട് നമ്മളൊക്കെ എപ്പോഴാണ് ആക്റ്റീവ് ആവുക? ഇപ്പോൾ ഞാൻ ലോഗിൻ ചെയ്ത് വെച്ച് ഫണ്ടഡ് നെക്സ്റ്റിൻ്റെ 1 ലാഖിൻ്റെ അക്കൗണ്ട് ഞാൻ ലോഗിൻ ചെയ്ത് വെച്ച് ഇനി ഇത് ആക്റ്റീവ് ആവുന്നത് കോമ്പറ്റീഷൻ്റെ ഫസ്റ്റ് ഡേറ്റ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു മെയിലാണ് ഈ ഒരു കോമ്പറ്റീഷൻ. അതിന് ഫസ്റ്റ് 1-ാം തീയതി ഇത് ആക്റ്റീവ് ആവും. അത് ആക്റ്റീവായിട്ട് നമുക്ക് ഇതിൽ ട്രേഡ് എടുക്കാൻ പറ്റും. അതുപോലെ ഇങ്ങനെയാണ് നിങ്ങൾ മൊബൈലിലും നിങ്ങൾ MT5 എന്ന് പറയുന്ന ഗൂഗിളിൽ പോയിട്ട് മെറ്റാഡേറ്റർ 5 എന്നുള്ളതിൻ്റെ APK ഡൗൺലോഡ് ചെയ്ത ശേഷം ഇതേപോലെ തന്നെ നിങ്ങൾ അവിടെ ലോഗിൻ കൊടുക്കുക. അതിന് ഫണ്ടഡ് നെക്സ്റ്റ് അടിക്കുക. അതിൻ്റെ സെർവർ ലോഗിൻ ID കൊടുക്കുക, പാസ്വേഡും കൊടുത്ത ശേഷം
സെർവർ 3 ഫണ്ട് നെക്സ്റ്റ് സെർവർ 3 പോയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എത്രയാണ് ഡീറ്റെയിൽസ്. അപ്പോൾ ഈ ഒരു താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഓരോ കോമ്പറ്റീഷനിൽ അപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മാർച്ചിലെ കോമ്പറ്റീഷനിൽ ഫിനിഷ് ആയിട്ടുള്ള വിന്നേഴ്സ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൽ സെക്കൻഡ് കിട്ടിയിരിക്കുന്നത് ഒരു ഇന്ത്യക്കാരനാണ്, 2000 USD കിട്ടിയിട്ടുണ്ട്. അതുപോലെ സ്റ്റെല്ലർ അക്കൗണ്ട്. പിന്നെ ഫസ്റ്റ് അക്കൗണ്ട് ഫസ്റ്റ് പ്ലേസ് വന്നിരിക്കുന്നത് 5000 USD ആണ്. അതുപോലെ തേർഡ് വന്നിരിക്കുന്നത് 1000 USD. അപ്പോൾ ആ രീതിയിലായിരിക്കും നിങ്ങൾക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്, ഇന്ത്യക്കാർക്കും കിട്ടിയിട്ടുണ്ട്, മറ്റുള്ള എല്ലാ രാജ്യക്കാർക്കും ഇതിൽ അക്കൗണ്ടുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ക്യാഷ് പ്രൈസും കിട്ടിയിട്ടുണ്ട്. അതുപോലെ ലോട്ടറി ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ ലോട്ടറി ഉണ്ട്. ഇതിൽ നമ്മൾ പറഞ്ഞ കുറച്ച് റൂൾസുകളുണ്ട്. ആ റൂൾസ് പാലിച്ച ആളുകൾക്ക് ലോട്ടറി എന്ന രീതിയിലും 150 വരെ 150 പുരുഷം വരെ 100 മുതൽ 150 വരെ 101 മുതൽ 150 വരെ തിരഞ്ഞെടുക്കുന്ന ആൾക്ക് 5K അക്കൗണ്ടും അവർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എല്ലാ മാസവും ഇതുണ്ട്. അപ്പോൾ ഓരോ മാസവും നിങ്ങളത് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുള്ള ഇപ്പോൾ നിങ്ങളിത് ഈ വീഡിയോ എപ്പോഴാണ് കാണുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ഇതുപോലെ കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ വിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ്. വിൻ ചെയ്തില്ലെങ്കിൽ ഓക്കെ, നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ചെറിയ ഫീസിന് നിങ്ങൾക്ക് പല ഓഫറുകൾ വരാറുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് അക്കൗണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ കയറും. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് നൈസ് ഡേ.